തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും കണ്ണീരനുഭവങ്ങളെയും നിൻ്റെ ആലയത്തിൽ സമർപ്പിക്കുവാൻ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തിൽ നിരാശ കൂടാതെ തളർന്നു പോകാതെ നിന്നിൽ തന്നെ ശരണപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഒടുവിൽ നിൻ്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ പാത്രീഭൂതരാകുമ്പോൾ മനസ്സറിഞ്ഞ് നിന്നെ സ്തുതിക്കുവാൻ, വാഴ്ത്തുപാട്ട് ആലപിക്കുവാൻ കർത്താവേ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ബൈബിൾ എടുത്തു. നിങ്ങൾ ഓർക്കണ്ട, അച്ഛനിത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാൻ നാണമൊന്നുമില്ല എന്ന്. പ്രത്യേകിച്ച് അങ്ങനെ നാണമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. ബൈബിൾ എടുക്കുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ശീലമാകട്ടെ. വചനം കേൾക്കുമ്പോൾ കയ്യിൽ ബൈബിൾ വേണം. ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ധ്യാനങ്ങളിലൊക്കെ പ്രസംഗിക്കാനും കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒന്നും ആളുകളുടെ ബൈബിളൊന്നും ഇല്ല. ചുമ്മാ കൈ വീശിങ്ങ് പോന്നേക്കാണ് വചനം കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര മോശമാണ്. നമ്മൾ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, പള്ളിയിലേക്കാണ്. അത് വേറൊരു കാര്യത്തിനുമല്ല, വചനം കേൾക്കാനാണ്, വചനപ്രഘോഷണത്തിനാണ്. അങ്ങനെ പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിലെ ഈ ബൈബിള് എടുത്തിങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ ഒരു മടിയും വേണ്ട. അതൊരു ശീലമാകണേ. വചനത്തോട് ഒരു സ്നേഹവും ഒരു കൊതിയുമൊക്കെ ഉണ്ടാകണം. നമുക്ക് 100 ധ്യാന കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം. ഇത്രയും സ്ഥലങ്ങളിൽ നിരന്തരം വചനപ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വചനത്തെ നമ്മളൊന്ന് ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ദേശം എത്ര വലിയ നവീകരണത്തിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വചനത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് കയ്യിൽ ബൈബിള് പിടിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഞായറാഴ്ച സമ്പൂർണ്ണ ബൈബിൾ നിർബന്ധമാണ്. പുതിയ നിയമത്തിൻ്റെ ചെറിയ പോക്കറ്റ് ബൈബിളൊന്നും കൊണ്ടുവന്നാൽ പോരാ, സമ്പൂർണ്ണ ബൈബിള് പള്ളിയിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമാണ്. എന്നിട്ട് എന്നാ ചെയ്യേണ്ടവർ? അവർ ചെയ്യേണ്ടത് ഞായറാഴ്ച 4 വായനകൾ, പഴയ നിയമത്തിൽ 2 വായന, ലേഖന വായന, സുവിശേഷ വായന. ഈ വായനകളുടെ നേരത്ത് അവർ ഇവരുടെ സ്വന്തം ബൈബിളിൽ അത് തുറന്നു വെച്ച് വായിക്കണം. അങ്ങനെ ബൈബിളുമായിട്ടൊരു ബന്ധം വരണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഇവിടെയാണ്, നിയമാവർത്തനം ഇവിടെയാണ്. അതുപോലും അറിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങളെ ബൈബിളിലേക്ക് കുറച്ചുകൂടെ നമുക്കൊന്ന് ക്ഷണിക്കണം, ഒന്ന് അടുപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നിങ്ങൾ ഏതായാലും ബൈബിൾ എടുക്കുക. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കൂനുള്ള സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണത്. സിനഗോഗിൽ വെച്ച് സാബത്ത് ദിവസം കൂനുള്ള സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നു. ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എവിടെ വെച്ച്? സിനഗോഗിൽ വെച്ച്. എന്ന്? സാബത്ത് ദിവസം. ആരെ? കൂനുള്ള സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2-3 പ്രത്യേകതകൾ. ഒന്നാമത്തത്, ഈശോ അവസാനമായി സിനഗോഗിൽ കയറുന്ന ഭാഗമാണിത്. ഇനി നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ ഈശോയെ സിനഗോഗിൽ കാണില്ല. ഈ ഇഷ്യൂയോടുകൂടി, ഈ പ്രശ്നത്തോടുകൂടി ഈശോ സിനഗോഗിൽ നിന്ന് പുറത്തായി. സിനഗോഗ് അധികാരികൾക്ക് അവൻ അനഭിമതനായി. ഇനി അവനെ കണ്ടുകൂടാ അവർക്ക്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നടക്കുകയാണ് ഇവിടെ. ഈശോയ്ക്ക് സിനഗോഗിൽ പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട സംഭവമാണിത്. സാബത്തിൽ സിനഗോഗിൽ വെച്ച് അവൻ അത്ഭുതം പ്രവർത്തിച്ചു. ഈ സാബത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ കൂനുള്ള സ്ത്രീ ഉണ്ടല്ലോ, ഈ അത്ഭുതത്തിൻ്റെ ഗുണം കിട്ടിയവൾ, അവൾ അത്ഭുതമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞ്, അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ ഉടനെ സിനഗോഗിൻ്റെ റൂളറുണ്ട്, ഇടവക വികാരി, പള്ളി വികാരി, സിനഗോഗ് അധികാരി. പുള്ളി എഴുന്നേറ്റ് അങ്ങോട്ട് ബഹളം തുടങ്ങുകയാണ്. പുള്ളി ആദ്യം ആളുകളോട് ദേഷ്യപ്പെടുന്നു. സുഖം പ്രാപിക്കണമെങ്കിൽ വേറെ വല്ല ദിവസവും വന്നോണം, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് സാബത്താണ്, ഇന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളമാണ്.
ഇവർ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കാൻ വന്നവരാ. ആരൊക്കെ? കൂനുള്ള സ്ത്രീയും സിനഗോഗിൻ്റെ അധികാരിയും. രണ്ടുപേരും ദൈവ ആരാധനയുടെ സ്ഥലത്തുമാണ്. ശ്രദ്ധിച്ചേ, കൂനുള്ള സ്ത്രീയും സിനഗോഗ് അധികാരിയും രണ്ടുപേരും എവിടെയുണ്ട് ഇപ്പോൾ? ദേവാലയത്തിൽ, അതായത് ദൈവ സാന്നിധ്യമുള്ള സിനഗോഗിൽ ഉണ്ട്. രണ്ടുപേരും എന്തിനു വന്നവരാണ്? ദൈവാരാധനയ്ക്ക് വന്നവരാണ്. എന്നിട്ടും ഒരാൾ ദൈവത്തിന് ഇഷ്ടമുള്ളവളായി മാറുന്നു, അനുഗ്രഹം കിട്ടുന്നു, മറ്റേയാൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. അതിൻ്റെ കാര്യം മതത്തെ മനസ്സിലാക്കിയ രീതിക്ക് പറ്റിയ അപകടമാണ്. കൂനുള്ള സ്ത്രീ മതത്തെ ദൈവത്തോട് ചേർത്താണ് മനസ്സിലാക്കിയത്. എൻ്റെ കണ്ണീര് ഇറക്കി വയ്ക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഒരിടം. മറ്റേയാളോ നിയമപുസ്തകമായിട്ടാണ് മതത്തെ തെറ്റിദ്ധരിച്ചത്. ഈ ദിവസം ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, ഈ ദിവസം ഇങ്ങോട്ട് തിരിയാൻ പാടില്ല എന്ന് പറഞ്ഞു നിയമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം മതത്തെ തളച്ചിട്ടിട്ട് ദൈവത്തെ പുറത്താക്കി. ഈ രണ്ട് കൂട്ടർ ഇന്നുമുണ്ട്. നമ്മൾ ഏത് പക്ഷം പിടിക്കും? കൂനുള്ള സ്ത്രീയുടെ പക്ഷം പിടിച്ചാൽ അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകും. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ കൂനുള്ള സ്ത്രീയിലേക്ക്, അവളുടെ അടുത്തേക്ക് ചെന്ന് നമ്മൾ കാണുകയാണ് എന്തുകൊണ്ട് അവൾക്ക് ഈശോയിൽ നിന്നും ഈ അനുഗ്രഹം കിട്ടി. ഇപ്പം നിങ്ങൾ ഊഹിക്കുന്നുണ്ടാകും, മിക്കവാറും ഒരു 3-4 കാരണങ്ങൾ കാണും കൂനുള്ള സ്ത്രീ ഈശോയ്ക്ക് പ്രിയങ്കരിയായി മാറാൻ, ഈ അത്ഭുതം നടക്കാൻ ഒരു 3-4 എണ്ണമിട്ട കാരണങ്ങൾ കാണും. സംശയമില്ല, കാരണങ്ങളുണ്ട്. 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കൂനുള്ള സ്ത്രീയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൾ ദൈവത്തെ ആരാധിക്കാൻ വന്നവളാണ്. ദൈവത്തെ ആരാധിക്കാൻ വന്നവൾ എന്ന് സാബത്ത് ദിവസം നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ സമീപത്തുള്ള ഈ നേരത്ത് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുവിൻ എന്ന് നമ്മൾ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ബൈബിളിൽ കാണുന്നുണ്ട്. ഞാൻ സമീപത്തുള്ള, ചാരത്തുള്ള ഈ നേരത്ത്. അപ്പോൾ ദൈവം അവൻ്റെ സാന്നിധ്യം ഉറപ്പ് തന്നിരിക്കുന്ന ദിവസം അവൾ ആരാധനയ്ക്ക് വന്നു. അത്രയേ ഉള്ളൂ, തെറ്റൊന്നുമില്ല. സാബത്ത് കർത്താവിൻ്റെ ദിവസം, ആ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്കും വചനം കേൾക്കാനും പള്ളിയിൽ വന്നവൾ, ആരാധന നടത്തുന്നവൾ. പള്ളിയോടുള്ള ബന്ധം നമുക്ക് ചോദിക്കണം ഈ നേരത്ത്. നമ്മുടെ ഇടവക പള്ളിയോട് നമുക്ക് അനുഗ്രഹം നൽകാനായി ദൈവം നമുക്കായി സ്ഥാപിച്ചു നൽകിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നമ്മുടെ ഇടവക പള്ളി. ഇടവക പള്ളിയോടുള്ള ബന്ധത്തെ നമ്മൾ ആത്മപരിശോധന ചെയ്യണം. കൂനുള്ള സ്ത്രീയാണ്, എന്നിട്ടും അവളുടെ മുടങ്ങാതെ അവളുടെ സിനഗോഗിൽ പ്രാർത്ഥനയ്ക്ക് പോയെങ്കിൽ നമുക്ക് നമ്മുടെ ഇടവക പള്ളി ഞായറാഴ്ച ആചരണം എത്രമാത്രം ഗൗരവത്തോടെ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് ചോദിക്കണം. ട്യൂഷൻ്റെ പേരിൽ, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പേരിൽ, കല്യാണം, മനസ്സമ്മതം, മാമോദീസ, നിസാര കാരണങ്ങളുടെയൊക്കെ പേരിൽ ഞായറാഴ്ച കുർബാന അർപ്പണം നമ്മൾ മുടക്കാൻ ഒരു മടിയും കാണിക്കാതെ അത് തട്ടിത്തെറിപ്പിച്ചിട്ട് പോകുമ്പോൾ ബന്ധമുലയുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിവസം സിനഗോഗിൽ വന്നവളാണ് ഈ സ്ത്രീ. രണ്ടാമത്തെ പ്രത്യേകത, അവളുടെ പ്രത്യേകത, കൂനുള്ളവൾ. ഒരു രോഗാവസ്ഥയിലാണ് അവൾ. ഒരു ശാരീരിക ബുദ്ധിമുട്ടിൽ ദൈവത്തെ തേടി ഇറങ്ങിയവളാണ് അവൾ. ലൂക്കാ സുവിശേഷമാണിത്. ലൂക്കാ സുവിശേഷകൻ നമുക്കറിയാം, ബൈ പ്രൊഫഷൻ, തൊഴിലിൽ ലൂക്ക ആരാണ്? ലൂക്ക ഒരു ഡോക്ടറാണ്, ലൂക്ക ഒരു വൈദ്യനാണ്. അപ്പോൾ ലൂക്ക കൃത്യം കാര്യം പറഞ്ഞിരിക്കുകയാണ്, കൂനുള്ള സ്ത്രീയാണ് അവൾ. പക്ഷേ ഈശോ കുറച്ചുകൂടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് അവളുടെ പ്രശ്നത്തെ കൊണ്ടുപോകുന്നുണ്ട്. 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ. പുറമേ കാണുമ്പോൾ കൂനേ ഉള്ളൂ, പക്ഷേ അതൊരു പൈശാചിക ബന്ധനം കൂടിയായിരുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. 2 കാര്യങ്ങൾ. ഒന്നാമത്തത്, അവൾ ദൈവത്തെ ആരാധിക്കാൻ വന്നവൾ. 2, അവൾക്കൊരു ശാരീരിക പരിമിതിയുണ്ട്, ഒരു രോഗാവസ്ഥയുണ്ട്, കൂനുണ്ട്. എത്ര വർഷമായിട്ട്? 18 വർഷമായിട്ട്. ഇനി 1ഉം 2ഉം കൂടെ ചേർത്ത് വയ്ക്കണം. 18 വർഷമായി ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയിട്ടും പ്രാർത്ഥിക്കാൻ, ദൈവത്തെ വിളിക്കാൻ, ആരാധന നടത്താൻ അവൾക്ക് മടിയില്ല. അവൾ നിരാശയായിട്ടില്ല. ഇപ്പോഴും അവൾ പിന്നെയും പള്ളി വരിക. നമ്മൾ ഇപ്പോഴത്തെ കാലത്തോ
ഇപ്പോഴത്തെ കാലത്ത് പരമാവധി നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്നത് 9 ചൊവ്വാഴ്ചയാണ്. അതിനപ്പുറത്ത് പറ്റില്ല. അതാണ് നമ്മുടെ അങ്ങേ അറ്റത്തെ കാത്തിരിപ്പ്. നമ്മൾ ഡേറ്റ് വെച്ചിരിക്കുക കർത്താവിന്. ഞങ്ങൾ ഇത്രയും ദിവസമാണ് ഞങ്ങളുടെ ഡിമാൻഡ്, അതിനുള്ളിൽ കാര്യം നടക്കണം. 18 വർഷമായിട്ട് രോഗാവസ്ഥയിലൂടെ കടന്നു പോയിട്ട് എന്നിട്ടും നിരാശയാകാതെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂനുള്ള സ്ത്രീയുടെ ചൈതന്യത്തിൻ്റെ പങ്ക് നമ്മുടെ തലമുറകൾക്ക് ആവശ്യമുണ്ട്. നിരാശരാകാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് തിടുക്കമാണ്, ക്ഷമയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്നും ഇങ്ങോട്ട് എത്തുന്നത് കാത്തിരിക്കാൻ പോലുമുള്ള ക്ഷമ നമുക്കിപ്പോൾ ഇല്ല. 2-3 വർഷം രോഗമാകുമ്പോഴേ ദൈവത്തെ തള്ളിപ്പറയുകയാണ്. ഒരു ക്യാൻസർ വന്നാൽ മതി നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴം എന്തുമാത്രമുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനല്ല കേട്ടോ, എല്ലാവരും അങ്ങനല്ല. ക്യാൻസറിൻ്റെ മുഴുവൻ വേദനയും അനുഭവിച്ച് എൻ്റെ കൺമുമ്പിൽ കിടന്ന് മരിച്ച ഒരു സ്ത്രീ, ഒരു ആൻറ്റി, ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കും ഹൃദയ നൊമ്പരമാണ്. പ്രിയമുള്ളൊരു കുടുംബം, ആ കുടുംബത്തോടും ആ കുഞ്ഞുങ്ങളോടും വല്ലാണ്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു, സ്നേഹബന്ധമുണ്ടായിരുന്നു. ആ ആൻറ്റിയുടെ കുമ്പസാരം കേട്ടുകൊണ്ടിരുന്ന ഞാനാണ്. വിശുദ്ധയായ ഒരു സ്ത്രീ. 3 വർഷം അടുപ്പിച്ച് 3 ക്യാൻസറുകൾ, ശരീരത്തിൻ്റെ 3 ഭാഗങ്ങളിൽ 3 വർഷം കൊണ്ട് ക്യാൻസർ രോഗം. ഒടുവിൽ ഇളയ മകൻ്റെ മടിയിൽ കിടന്ന് മരിക്കുമ്പോഴും ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറയാതെ, ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറയാതെ ആ സഹനത്തെ മുഴുവൻ ഏറ്റെടുത്തവൾ. കൊച്ചു കൊച്ചു വേദനകളിൽ ദൈവത്തെ മറന്ന് പള്ളി വിട്ടിറങ്ങിപ്പോകാൻ നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ ഇതുപോലെ ഏതു വേദനയിലും ദൈവത്തെ തന്നെ മുറുകെ പിടിക്കുന്നവരുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു വീതം, ഒരു ഷെയർ നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. അത് ഈ കാലത്തിന് ആവശ്യമുണ്ട്. അടുത്തത്, ഇവൾ ആരാധിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇവൾക്ക് ഒരാവശ്യമുണ്ട്, ഒരു ക്ഷീണമുണ്ട്, ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. കൂനുള്ള സ്ത്രീയാണ്. അതും ഇന്നും ഇന്നലെയുമല്ല, 18 വർഷമായിട്ട്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, ഈശോ അവളെ കണ്ടു. ഈശോ അവളെ കണ്ടു. ഇവളുടെ ഈ ദുഃഖ ദുരിതങ്ങളിൽ ഈശോ അവളെ കാണുകയാണ്. അവൾ നിലവിളിക്കേണ്ടി വന്നില്ല. ജെറീക്കോയിലെ അന്തയാചകരെ പോലെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നവൾ നിലവിളിച്ചില്ല. 10 കുഷ്ഠരോഗികൾ വന്ന് ചോദിച്ചതുപോലെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെടേണ്ടി വന്നില്ല അവൾക്ക്. മറിച്ച് അതല്ലാതെ തന്നെ ഈശോ അവളെ കാണുകയാണ്. അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം ഈശോ അറിയുകയാണ്. അതെങ്ങനെയെന്നറിയാമോ? എല്ലാവർക്കും സൗഖ്യം ഒരേപോലെ അല്ല, അതും കൂടെ മനസ്സിലാക്കുക. സുവിശേഷം മനസ്സിരുത്തി വായിക്കുന്നവർക്ക് വെളിപ്പെട്ട് കിട്ടുന്ന സത്യമാണത്. എല്ലാവർക്കും സൗഖ്യം ഒരേപോലെ അല്ല. എല്ലാവർക്കും നിലവിളിച്ച് മാത്രമല്ല സൗഖ്യം കിട്ടുന്നത്. ഈശോയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ വെറുതെ പോയൊന്നിരുന്നു കൊടുക്കാവോ? ഈശോയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ, ദൈവ സാന്നിധ്യം അധികമായി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവൻ്റെ കാഴ്ചയ്ക്ക് മുമ്പിലേക്ക് ഒന്ന് പോയി ഇരുന്ന് കൊടുക്ക്. ഈശോ കണ്ടോളൂ. അതാണ് ഇവിടെ സംഭവിച്ച അത്ഭുതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ ഈ ആശയം കാണുന്നുണ്ട്. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. നമ്മുടെ കഷ്ടതകളിൽ ദൈവം നേരിട്ട് ഇടപെടുന്ന അനുഭവം, അതാണ് ഈ കൂനുള്ള സ്ത്രീക്ക് കിട്ടിയ മഹാഭാഗ്യം. നമ്മുടെ കഷ്ടതകളിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഇരുന്ന് കൊടുക്കുമ്പം ദൈവം നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. തൻ്റെ കരുണയാലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രീഭൂതയാകാൻ പറ്റുക എന്ന മഹാഭാഗ്യം. പ്രിയമുള്ളവരെ, അങ്ങനെ 3-ാമത്തെ ഘട്ടവും കഴിഞ്ഞു. 1-ാമത്തത് ആരാധിക്കുന്ന സ്ത്രീ, 2 കൂനുള്ള സ്ത്രീ, 3 ഈശോ അവളെ കാണുന്നു. 4-ാമത്തത് അവളെ കണ്ടിട്ട് 4-ാമത് ചെയ്യുന്ന കാര്യം വചനം കൊണ്ടും സ്പർശനം കൊണ്ടും അവളെ സുഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈശോ അവളെ അടുത്ത് വിളിച്ചു. 12-ാം വാക്യം, യേശു അവളെ കണ്ടപ്പോൾ അവളെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ആ വിളിക്ക് അവൾ ഉത്തരം കൊടുത്തു. അവൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവളെ തൊട്ടുകൊണ്ട് പറയുകയാണ്, അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു, തൽക്ഷണം അവൾ നിവർന്നു നിന്നു. 2 രീതിയിലാണ് അത്ഭുതം നടന്നത്. 1 വചനത്താൽ, 2 സ്പർശനത്താൽ. വചനം സുഖപ്പെടുത്തും, അവൻ്റെ സൗഖ്യസ്പർശം നമ്മളെ സുഖപ്പെടുത്തും. വചനത്താലും സ്പർശനത്താലും സുഖപ്പെടുകയാണ്.
ഈശോ അവളെ വിളിച്ചപ്പോൾ അവൾ വന്നു. ഒരു വിളി, ഒരു അനുസരണം. ഈശോയുടെ വിളി കേൾക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ഈശോയുടെ ചാരത്ത്, അവൻ്റെ സ്വരവട്ടത്തിനടുത്ത് അവളുണ്ടായിരുന്നു. നമുക്ക് പറ്റുന്ന അപകടം അത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. പ്രാർത്ഥന എന്താ? പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്? നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിർവചനമാണ് പ്രാർത്ഥന എന്നാൽ ദൈവവും മനുഷ്യനുമായുള്ള സംഭാഷണമാണ്. പക്ഷേ ഇപ്പം പ്രാർത്ഥന എന്താ? ഇപ്പം പ്രാർത്ഥന നിലവിളി മാത്രമല്ലേ, നമ്മൾ മാത്രമല്ലേ സംസാരിക്കുന്നത്? ഈശോയുടെ സംസാരം എപ്പോഴാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഈശോയുടെ സംസാരം കേൾക്കാതെ അതെങ്ങനെ സംഭാഷണമാകും? ഇവിടെ സംഭവിച്ചത് ഇവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അത് പ്രാർത്ഥനകളായി ഉയർന്നു. ഈശോ അവളെ വിളിച്ചു, ആ വിളി അവൾ കേട്ടു. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സംവേദനം നടക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചുമ്മാ ഇരുന്ന് കൊടുക്കണേ ദൈവത്തിൻ്റെ മുമ്പിൽ. ഒന്നും ഒന്നും പറയൊന്നും വേണ്ട, പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഒന്നും പറയണ്ട. അറിയാം ഈശോയ്ക്ക്, ഇരുന്ന് കൊടുക്കുക, അവൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുക. അപ്പോൾ അവൻ ചില കാര്യങ്ങൾ പറയും. കുഞ്ഞെ, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇതാണ്, കേൾക്കത്, ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിൻ്റെ ആശ്വാസം ഇതാണ് എന്ന് പറഞ്ഞു തരും. അത് പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മളെ വചനത്താലും സ്പർശനത്താലും അവൻ സുഖപ്പെടുത്തും. ഒടുവിൽ അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഈ സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് അവൾ ചെയ്ത കാര്യം എന്താണ്? ഉടനെ അടുത്ത വാക്യം ഇങ്ങനെയാണ്: തൽക്ഷണം, ആ മൊമെൻറ്റിൽ തന്നെ അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കരുത്. ഇറങ്ങി ഓടിക്കണമെന്നല്ല, ഇപ്പോൾ പറ്റുന്നത് എന്താ? കിട്ടിയതും കൊണ്ട് ഓടുകയാണ്. നമ്മൾക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ വാങ്ങിച്ചവരാ കർത്താവിൽ നിന്ന്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ കർത്താവിൽ നിന്നും വാങ്ങിച്ചെടുത്ത അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ എണ്ണിത്തീർക്കാനാകാത്ത വിധം അനുഗ്രഹങ്ങൾ വാങ്ങിച്ചവരാ നമ്മൾ. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? ഒരു കാര്യം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സ്തുതിക്കുന്നതിന് ആനുപാതികമായി കിട്ടിക്കഴിയുമ്പോൾ നന്ദി സ്തുതിച്ചിട്ടുണ്ടോ? ഇവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹം കിട്ടിയ പാടെ തൽക്ഷണം അവൾ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നതാണ്. അതിന് നന്ദി പറയാതെ നന്ദി കെട്ട സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോകരുത്. അനുഗ്രഹങ്ങളൊക്കെ ദൈവം വീട്ടിനകത്ത് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് മക്കളോടൊക്കെ, പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ചിന്തയില്ല. ഇതൊക്കെ ദൈവം തന്നതാണെന്നും അനുഗ്രഹമാണെന്നുള്ള ചിന്തയില്ല. ഒരു മധ്യവയസ്കർക്കും മുതിർന്നവർക്കും ആ കുഴപ്പമില്ല. അതിന് കാരണമുണ്ട്. അത് മനസ്സിലാക്കാവുന്ന കാരണം തന്നെയാണ്, സാമൂഹികമായ പ്രത്യേകതയാണ്. പട്ടിണിയുടെ ഒരു ചെറിയ കാലമെങ്കിലും കണ്ടിട്ടുണ്ട്. ഇന്നൊരു 30-40 വയസ്സുള്ളവർ പട്ടിണിയുടെ ഇത്രയധികം സൗകര്യങ്ങളില്ലാതിരുന്ന, അല്പം കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായിരുന്ന ഒരു ചെറിയ കാലമെങ്കിലും കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഈ മെച്ചപ്പാടിലേക്ക് വന്നത്. ഇന്ന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ അങ്ങനല്ല. അവർ പിറന്നു വീഴുന്നത് സമ്പത്തിലേക്കാണ്, സമൃദ്ധിയിലേക്കാണ്. പൂർവ്വകാലത്ത് നിന്നും കർത്താവ് എങ്ങനെ കൈപിടിച്ചു വളർത്തി എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞു കൊടുക്കണം. അനുഗ്രഹമാണത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് കാണുന്ന ഈ വീട് അനുഗ്രഹമാണ്. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു വീട്. ഈ വാഹനം അനുഗ്രഹമാണ്. ബസ് കയറിയാണ് അപ്പനും അമ്മയും പോയിരുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾ ബസ് കയറിയിട്ടില്ല. അടുത്തിടയ്ക്ക് ഒരു കുട്ടിയെ കണ്ടു, 10-20 വയസ്സ് പ്രായമുണ്ട്. ഈ ജീവിതത്തിൽ ഇതുവരെ KSRTC ബസ്സിലോ പ്രൈവറ്റ് ബസ്സിലോ യാത്ര ചെയ്തിട്ടില്ല. 20 വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഇതുവരെ, കാരണം അത് അവസരം ഉണ്ടായിട്ടില്ല. കാറിൽ തന്നെ യാത്ര ചെയ്യുകയാണ്. ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞ്, ഈ കാണുന്നത് അനുഗ്രഹമാണ്. ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ. ഒരു 40 വർഷം മുമ്പ് നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ശീലിക്കണേ. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന എന്താണ്? വീട്ടിലെ കുരിശുവര പ്രാർത്ഥന അന്യം നിന്ന് പോവുകയാണ്. മിക്ക വീട്ടിലും ഇല്ലത്. എന്താ ഇത്? നമ്മുടെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന എന്താണ്? സന്ധ്യാപ്രാർത്ഥന പകല് മുഴുവൻ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, നന്ദി 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 എന്ന് പറയുന്നതല്ലേ സന്ധ്യാപ്രാർത്ഥന? അങ്ങനെ വരുമ്പോൾ ഏത് ക്ഷീണത്തിൻ്റെ പേരിലും തിരക്കിൻ്റെ പേരിലും സന്ധ്യാപ്രാർത്ഥനയില്ലാതെ കിടക്കയിലേക്ക് ചാഞ്ഞു വീഴുന്ന കുടുംബാംഗങ്ങൾ എന്താ ചെയ്യുന്നത്? നന്ദി പറയാതെ കിടന്നുറങ്ങുമല്ലേ. നന്ദി കെട്ടവരായി നമുക്ക് മാറണ്ട. പ്രിയമുള്ളവരെ, കുറച്ച് കാര്യങ്ങളെ ഈ ടോക്കിൽ പറഞ്ഞിട്ടുള്ളൂ. ചെറിയൊരു സന്ദേശമായിരുന്നു. പക്ഷേ അത് ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കണേ. ഹൃദയം കൊണ്ട് തന്നെയാണ് ഞാനത് പങ്കുവച്ചിരിക്കുന്നത്. കൂനുള്ള സ്ത്രീയെ സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് ഈശോ സുഖപ്പെടുത്തിയതാണ് നമ്മൾ ധ്യാനിച്ച കാര്യം.
അവളുടെ 4-5 പ്രത്യേകതകളാണ് നമ്മൾ ധ്യാനിച്ചത്. ഒന്നാമത്തത്, അവൾ ആരാധിക്കുന്ന സ്ത്രീയാണ്. ആരാധിക്കുന്ന സ്ത്രീ. രണ്ടാമത്തത്, അവൾക്കൊരു കുറവും പരിമിതിയുമുണ്ട്. കൂനുള്ളവളാണ്. കൂനുണ്ടായിട്ടും 18 വർഷമായിട്ടും യാതൊന്നും ദൈവത്തിൽ നിന്നും ഉത്തരം കിട്ടാതിരുന്നിട്ടും മറ്റെങ്ങും പോകാതെ വീണ്ടും ദൈവത്തെ വിളിക്കാൻ വന്നവളാണ് അവൾ. മൂന്നാമത്, ഈശോ അവളെ കണ്ടു. ഈശോയുടെ കാഴ്ചവട്ടത്തിലായിരിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഈശോ കാണും നമ്മളെ, അവൻ കരുണ കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കും. 4, വചനത്താലും സ്പർശനത്താലും ഈശോ അവളെ സുഖപ്പെടുത്തി. പ്രാർത്ഥിക്കണം. ചെറിയ പ്രാർത്ഥനയല്ലേ? കർത്താവേ, നിൻ്റെ വചനം കൊണ്ടും നിൻ്റെ സ്പർശനം കൊണ്ടും എന്നെ സുഖപ്പെടുത്തണമേ. നിൻ്റെ വചനം കൊണ്ടും നിൻ്റെ സ്പർശനം കൊണ്ടും എന്നെ സുഖപ്പെടുത്തണമേ. 5, സൗഖ്യം കിട്ടിയ പാടെ തൽക്ഷണത്തിൽ ഞൊടിയിടയ്ക്കപ്പുറത്ത് വ്യത്യാസമില്ലാതെ അവൾ ചെയ്ത കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തി. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ശീലിക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.